ഇ.പി. ജയരാജൻ ബി.ജെ.പിയിൽ ചേരാൻ ഉറപ്പിച്ച് ഡൽഹിയിലെത്തിയിരുന്നുവെന്ന് ബി.ജെ.പി. സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രൻ. ഒരു ഫോൺ കോൾ വന്നതിന് ശേഷം പെട്ടെന്ന് പിന്മാറി. ടി.ജി. നന്ദകുമാർ വഴി 3 തവണ ഇ.പി. ജയരാജനുമായി കൂടിക്കാഴ്ച നടത്തി. ഡൽഹി യാത്ര മുഖ്യമന്ത്രി അറിഞ്ഞതോടെയാണ് മിഷൻ മുടങ്ങിയത് എന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. ആരോപണം ആസൂത്രിതമെന്നും ശോഭാ സുരേന്ദ്രനെ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല എന്നുമാണ് ഇ.പി. ജയരാജന്റെ പ്രതികരണം. ഞാൻ ആ സ്ത്രീയെ നേരിട്ട് കണ്ട് ഇന്ന് വരെ സംസാരിച്ചിട്ടില്ല. 1. 2, ഞാൻ ആകെ ആ സ്ത്രീയെ ഒരു 5 മീറ്ററോ അടുത്ത് കണ്ടത് ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ ആ സ്റ്റേജിലാണ്. ഞാൻ ആ സ്ത്രീയെ കാണുകയോ സംസാരിക്കുകയോ ഒരു സ്ഥലത്ത് എന്ത് കാര്യത്തിന് ഞാൻ പോയിട്ട് എന്നെ പോലെ ഒരാൾ പോയിട്ട് ആ സ്ത്രീയോട് സംസാരിക്കുന്നു? നിങ്ങൾ എന്ത് കാര്യത്തിന്? ഈ കേരളത്തിൽ എന്റെ പൊസിഷൻ നോക്ക്. ആരെങ്കിലും പോയിട്ട് ആ ബി.ജെ.പി. ചെയ്തു ഒരല്പം ബുദ്ധിയുള്ള ആളുകൾ ആരെങ്കിലും അങ്ങനെ ചിന്തിക്കും? ഇവരെ പോലെ അല്പബുദ്ധികൾ ചിന്തിക്കാന്നല്ലാതെ ഈ ശോഭാ ഞാൻ ഈ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊതുപ്രവർത്തകരല്ലേ? ഞാൻ പോയിട്ട് ബി.ജെ.പി. ചേരുവോ കേരളത്തിൽ? അയ്യയ്യ, വൃത്തികെട്ട ഇങ്ങനെ കാര്യങ്ങൾ. എന്നെ വന്ന് കാണുന്ന ആളുകൾ മുഴുവൻ ഒരാൾ എന്നെ വന്ന് കാണുന്നത് പാർട്ടി റിപ്പോർട്ട് ചെയ്യേണ്ട പ്രശ്നം എന്താണല്ലേ? വല്ല രാഷ്ട്രീയ ഡിസ്കഷനോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഒരാൾ എന്നെ വന്ന് കാണും. ഞാനിപ്പോൾ നിങ്ങളിവിടെ വന്ന് എന്നെ കണ്ടു, ഞാൻ പോയി പാർട്ടിയോട് പറയണം. ആരെല്ലാം നമ്മുടെ പാർട്ടി നേതാക്കന്മാർ ഞങ്ങളെ പലരും വരും, കാണും. അങ്ങനെ കണ്ട് പരിചയപ്പെടുന്നതൊക്കെ പോയി പാർട്ടി റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ടോ? അത് പാർട്ടിയെക്കുറിച്ചോ ഈ പൊതുകാര്യത്തെക്കുറിച്ചോ അറിയാത്ത ചിലരുടെ പ്രതികരണങ്ങൾ മാത്രമാണ്.